പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച. രാഹുൽ ഗാന്ധി സംസാരിക്കും. സമരക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ കുറ്റപത്രം കോടതി ഇന്ന് പരിഗണിക്കും. 13 പേരെ പ്രതികളാക്കി CBI കുറ്റപത്രം. SHO പരിഷ്കാരം പുനഃപരിശോധിക്കാൻ സർക്കാർ. SHOമാരായ CIമാരുടെ എണ്ണം 64 നിന്ന് ഉയർത്തിയേക്കും. 110 സ്റ്റേഷനുകളിൽ CIമാർ SHOമാരായി തുടർന്നേക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം വ്യാപകമാക്കി പോലീസ്. പ്രതികളുമായി ബന്ധമുള്ളവരെ കൂടി ചോദ്യം ചെയ്യും. ഇടനിലക്കാരെ കണ്ടെത്താൻ ശ്രമം. തമിഴ്നാട് കേന്ദ്രീകരിച്ചും സമാന തട്ടിപ്പ് നടത്തിയതായി സൂചന. വടകര MDMA കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ഒടുവിൽ അറസ്റ്റിലായത് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്. അറസ്റ്റിലായ അധ്യാപികമാരുമായി ഇയാൾ പണമിടപാട് നടത്തിയതായി കണ്ടെത്തൽ. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ MK റാമുമായി ഇന്ന് തെളിവെടുപ്പ് തുടരും. തെളിവെടുപ്പ് നടക്കുക അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലും റാമിന്റെ ക്ലിനിക്കിലും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടപടി. ദീപക് ജോയ് MLA ആയി ജയിച്ച സാഹചര്യത്തിൽ UDF-ൽ VR സുധീറും LDF-ൽ PJ യേശുദാസും സ്ഥാനാർത്ഥികൾ. ജലജ ആചാരി BJP സ്ഥാനാർത്ഥി. കൗൺസിലിൽ ഭൂരിപക്ഷം UDF-ന്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിനിടെ BJPയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന്. V മുരളീധരനും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാർക്ക് ക്ഷണമില്ല. ഭാരവാഹികളിലെ തർക്കം പരിഹരിക്കുക പ്രധാന അജണ്ട. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കു സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റും ഇടിമിന്നലും ഉണ്ടാകും. ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരും. ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി US-ഉം സൗദി അറേബ്യയും. പശ്ചിമേഷ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ വർഷങ്ങൾക്ക് തിരിച്ചടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനം തുടരുന്നു. ജപ്പാനിൽ ഭൂചലനത്തിൽ വ്യാപക നാശനഷ്ടം. മരണം 13ആയി. ഷോപ്പിംഗ് മാളിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചതായും സൂചന. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി.